Hi, hello, welcome back to another video of 40 Days Study Plan ASM Day 19 and 20. ഇപ്പോൾ ഡേ 19 ആൻഡ് 20 ഏകദേശം നമ്മുടെ സ്റ്റഡി പ്ലാൻ്റെ ഹാഫ് പോർഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് പോയോ? ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ടോ? ഇത്രയുമൊക്കെ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ റിവിഷൻ പോകുന്നുണ്ട്. ഈ രീതിയിലൊക്കെ പോകുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഡേ 19 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നമുക്ക് നോക്കാമേ. ഗുരുത്വാകർഷണം, ഫിസിക്സിൽ ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് SCERT 9th സ്റ്റാൻഡേർഡിലെ ലെസൺ ഉണ്ട്, 4th ലെസൺ. ചെറിയൊരു ടോപ്പിക്കാണ് ഈ ഗുരുത്വാകർഷണം. അപ്പോൾ ഈ ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട കുറേ പോയിന്റ്സ് ഈ ഒരു ലെസണിലുണ്ട്. അപ്പോൾ ആ ലെസൺ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. ഓൾഡ് SCERT ആണ് 9th സ്റ്റാൻഡേർഡ് 4th ലെസൺ ഫിസിക്സിലെ ഗുരുത്വാകർഷണം. അടുത്തത് പ്രധാന അവാർഡുകളാണ്. പ്രധാനപ്പെട്ട അവാർഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുമേ. പിന്നെ സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസ് ആണ് IT മേഖലയിൽ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് അല്ലേ. ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുക കേട്ടോ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഫയൽസിൽ പോവുകയാണെങ്കിൽ അവിടെ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയൽസ് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഫയൽസ് സെലക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ 1-2 കമൻസ് കണ്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 2024 ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതോടൊപ്പം തന്നെ ജൂൺ 2025 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് റിവിഷനാണ്. ഡേ 7 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് പഞ്ചവത്സര പദ്ധതികൾ അതൊക്കെ നമ്മൾ ഡേ 7 പഠിച്ച കാര്യങ്ങളാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡേ 7 പഠിച്ചത്. അതുപോലെ ഏപ്രിലിലെയും ഫെബ്രുവരിയിലെയും കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമയത്തിനനുസരിച്ച് അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കണം. റിവിഷൻ അല്ലേ എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കരുത്. റിവിഷനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച കാര്യങ്ങൾ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് സമയം മതി അത് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് റിവിഷൻ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി വരുന്നത് ഡേ 20 എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കിയാലോ. ഫിസിക്സ് ആണ്. ചലനവുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCERT ലെസൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് പഠിക്കുക. ന്യൂട്ടൻ്റെ ആ ലോസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ 1-2 ടോപ്പിക് കൂടിയുണ്ട്. pH മൂല്യം, അക്വാറീജിയ, ആസിഡ്, ആൽക്കലി, ഇത്രയും ഭാഗങ്ങൾ കെമിസ്ട്രിയിലെ കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ ഡേ 20. അപ്പോൾ ചലനത്തിൽ ആ ഒരു ടോപ്പിക്കും ലോസ് ഓഫ് മോഷൻസും പിന്നെ പീരിയോഡിക് ടേബിൾ, pH മൂല്യം, ആസിഡ്, ആൽക്കലി, അക്വാറീജിയ, ഇത്രയും ടോപ്പിക്സ്. കൂടാതെ മാത്സ്, അംശബന്ധവും അനുപാതവും പഠിക്കണം. മലയാളത്തിൽ സമാന പദം കൂടി പഠിക്കുക. അംശബന്ധം, അനുപാതം, സമാന പദം, ഇത്രയാണ് മലയാളത്തിലെ പഠിക്കേണ്ട സമാന പദമാണ്. പിന്നെ വരുന്നത് ഡേ 8 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്താണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പഠിക്കണം. അതുപോലെ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നീതി ആയോഗ്, ഹരിത വിപ്ലവം, പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 8th സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ ഉണ്ടായിരുന്നു, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. പിന്നെ മാത്സ്, മലയാളം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുക. അതോടുകൂടി ഡേ 20 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റഡി പ്ലാൻ്റെ ഹാഫ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 20 ഡേയ്സും കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 20 ഡേയ്സൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് പരമാവധി റിവിഷൻ ചെയ്ത് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ഹോട്ട് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ ഒരു ചെറിയ അടപ്പൊക്കെ, ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.